ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 320 മീറ്ററിൻ്റെ ബ്രാൻഡഡ് നൈറ്റി മെറ്റീരിയൽസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാം അടിപൊളി പ്രിൻറ്റുകളാണ്. വീഡിയോ നല്ല ലെങ്ത് ഉള്ള വീഡിയോ ആണ്. കുറേ കളക്ഷൻസ് ഉണ്ട്. 320 തന്നെ വന്നിട്ടുള്ളതാണ് എല്ലാം. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടം പോലെ ഡിസൈൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നൈറ്റി ഫ്രോക്കിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ടൈപ്പ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളതും ഈ ഒരു 320 മെറ്റീരിയൽസ് നല്ല മൂവിങ് ആണ് കേട്ടോ. അങ്ങനത്തെ അതിന് വേണ്ടിയിട്ടൊക്കെ പറ്റുന്ന നല്ല അടിപൊളി ഡിസൈൻസ് ആണ്. അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ സമയമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 320 കളക്ഷൻസ് കാറ്റലോഗിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ വീഡിയോ ഇടാതെ തരുന്നത് വീഡിയോ ഇട്ടിട്ട് 2-3 ദിവസമായി. അപ്പം കാറ്റലോഗിൽ തന്നെ കളക്ഷൻസ് 2-3 വീഡിയോയ്ക്കുള്ള കളക്ഷൻസ് കാറ്റലോഗിൽ മാത്രം അപ്ഡേറ്റ് ചെയ്ത് നല്ലോണം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ലേറ്റ് ആയത്. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ കളക്ഷൻസ് ഉള്ളതുകൊണ്ട് വീഡിയോ ആയിട്ട് തന്നെ കാണിക്കുന്ന കേട്ടോ. തിരക്കിൻ്റെ ഇടയ്ക്ക് റെഡിയാക്കി ഇടുന്ന വീഡിയോ ആണ്. ഇതെന്ന് പറയുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ്. ഫസ്റ്റ് കാണിച്ചേക്കുന്ന പ്രിൻറ്റ് നിങ്ങൾ കണ്ടല്ലോ, നല്ല ഡിസൈനാണ്. ഒരു സ്ട്രൈപ്പ് ഡിസൈനും ഫ്ലോറൽ ഡിസൈനും ആയിട്ട് വന്നിട്ടുണ്ട്. മിക്സ് ആൻഡ് മാച്ച് വരുന്നത് അതിൻ്റെ പേരോട് കൂടി എടുക്കുക. സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻ ഇതിനകത്ത് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് സിംഗിൾ ഡിസൈനാണ്. ആദ്യം കാണിച്ചത് മിക്സ് ആൻഡ് മാച്ച് ആണ്. ബ്രാൻഡുകളെന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വരുന്ന ബ്രാൻഡുകളാണ് നമ്മൾ സെലക്റ്റീവായിട്ട് കൊണ്ടുവരുന്നത്. അതിൽ വരുന്ന 320 കളക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ 290 മീറ്ററും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്, അതായത് ഈ ബ്രാൻഡുകളിൽ. പിന്നെ അതുകൂടാതെ വർദ്ധമാനിലുള്ളത് വർദ്ധമാൻ ബ്രാൻഡ്, രാഹുൽ, റീവ അതിൻ്റെയൊക്കെ പുതിയ കളക്ഷൻസ് നമുക്ക് എല്ലാം വീഡിയോ ആയിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും സെലക്ട് ചെയ്യാനും ഒക്കെ ഡിലേ വരും. കാരണം ഒരു വീഡിയോ എടുത്ത് അതിൻ്റെ അടുത്ത വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്ത് വരാനുള്ള സമയം വരുന്നത് കൊണ്ട് ആ ഒരു വീഡിയോ ഇടുമ്പോൾ ഉള്ള തിരക്കും ഹാൻഡിൽ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാറ്റലോഗിനകത്ത് ചില കളക്ഷൻസ് ഇട്ടിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കാറ്റലോഗും കൂടെ നോക്കുക കേട്ടോ. കാറ്റലോഗിനകത്തും കൂടെയാണ് കളക്ഷൻസ് ഉള്ളത്. അപ്പോൾ 290 കളക്ഷൻസ് ഒക്കെ പുതിയത്. ഇനിയിപ്പോൾ തിരക്ക് കൂടുതൽ വരുമ്പോൾ നമ്മൾ കാറ്റലോഗിലും അപ്ഡേറ്റ് ചെയ്തായിരിക്കും പോകുന്നത്. പിന്നെ ചെറിയ ഗ്യാപ്പ് കിട്ടുന്ന സമയങ്ങളിലായിരിക്കും വീഡിയോസ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാറ്റലോഗ് മിസ് ചെയ്യാതിരിക്കുക. അതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ ഈ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോവാം. ഇതൊക്കെ മിക്സ് ആൻഡ് മാച്ച് ആട്ടോ. നൈറ്റി ഫ്രോക്കിനൊക്കെ അടിപൊളിയായിരിക്കും. അല്ലാതെ നൈറ്റി സ്റ്റിച്ച് ചെയ്യാനും എല്ലാത്തിനും നല്ലതാണ് ഈ ഒരു ഡിസൈൻസൊക്കെ. അതുപോലെ ഈ ഒരു ബ്രാൻഡുകളിൽ വരുന്ന പ്രിൻറ്റുകൾ എന്ന് പറയുന്നത് എല്ലാം നല്ല വെറൈറ്റിയാണ്. ഇപ്പോൾ ഇറങ്ങുന്നതെല്ലാം നല്ല നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻസാണ്. ടോപ്പിനും നൈറ്റിക്കും എല്ലാം പറ്റുന്ന ഡിസൈൻസാണ് വരുന്നത്. ഫ്രോക്ക് തയ്ക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയർ ഏത് സെലക്ട് ചെയ്തെടുക്കാം. മിനിമം 10 പീസാണ് ഇതിൽ കിടക്കുന്ന റേറ്റിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്. മിനിമം 10 പീസെങ്കിലും എടുത്തെങ്കിലാണ് ഈ ഒരു റേറ്റിൽ കിട്ടുന്നത്. ഹോൾസെയിൽ റേറ്റാണ്. 10 താഴെ എടുക്കുമ്പം റീറ്റെയിൽ പ്രൈസാണ് വരുന്നത്. 10 പീസിന് താഴോട്ട് എടുക്കുമ്പോൾ ഇതിലുള്ള റേറ്റിനെക്കാളും 10 രൂപ കൂടുതലാണ് വരുന്നത്. ഈ ഡീറ്റെയിൽസ് ഒക്കെ കേട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ റീറ്റെയിൽ എടുക്കുന്നവർ ബില്ല് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇതിൽ ഇത്ര റേറ്റ് ആണല്ലോ, ഇതന്നെ ഇത്ര റേറ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞതെല്ലാം വെറുതെ ആയി പോകണം. ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾ കേൾക്കാതെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ ഒരു ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ മാക്സിമം എല്ലാ ഡീറ്റെയിൽസും വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് ഇതിലുള്ള റേറ്റിനെക്കാളും 10 രൂപ കൂടുതലാണ്. പിന്നെ 1 പീസ് 2 പീസ് നമ്മൾ സെയിൽ ചെയ്യുന്നില്ല. മിനിമം 3 പീസ് മുതലാണ് റീറ്റെയിൽ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ താഴോട്ടുള്ള സെയിൽ നമുക്ക് ഇപ്പോൾ നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ, ഹോൾസെയിൽ നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ റീറ്റെയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 3-ൽ താഴോട്ടുള്ള ഓർഡർ എടുക്കാനും കൂടെ, അതും നമ്മൾ 1 പീസൊക്കെ എടുക്കുമ്പോൾ അതും നമ്മൾ പാക്ക് ചെയ്യണം, അഡ്രസ്സ് എഴുതണം, ഒരുപാട് പണികളുണ്ട് വീണ്ടും. അപ്പോൾ അതുകൊണ്ട് 3 പീസെങ്കിലും എടുക്കുന്ന ഓർഡേഴ്സ് മാത്രം നമുക്കിപ്പോൾ എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചില ആൾക്കാർ 1 പീസൊക്കെ കൊടുക്കാവോ എന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് നമ്മൾ 3 പീസ് മുതലേ ഉള്ളൂ എന്ന് പറയലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പറയുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത്. പിന്നെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാം ഒന്ന് കേട്ടിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ. പിന്നെ മെസ്സേജ് അയച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. ആദ്യം അയച്ചേക്കുന്നവരുടെ മെസ്സേജുകൾ നോക്കി അതൊന്ന് എടുക്കാനുള്ളൊരു ഗ്യാപ്പ് തരിക കേട്ടോ. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ജസ്റ്റ് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓർഡേഴ്സ് വരുന്നത് നിങ്ങൾ ഓരോരുത്തരും നമ്മൾ കളക്ഷൻസിന് വേണ്ടിയിട്ട് അതുപോലെ വെയിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടും കാറ്റലോഗൊക്കെ എപ്പോഴും ചെക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ടും ആണല്ലോ ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് പോലും ഇടാതെ തന്നെ നമുക്ക് ഓർഡേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ എടുക്കുന്നവർക്കറിയാം കറക്റ്റായിട്ട് അവർ കാറ്റലോഗ് ഇങ്ങനെ നോക്കി ഇരിക്കുവാണ്. അപ്പോൾ എല്ലാവരും അത് തന്നെയല്ല, കൂടുതൽ പീസുകൾ എല്ലാവരും പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇപ്പം 10 പീസ് എന്ന് പറഞ്ഞാലും ആദ്യം 10 പീസ് എടുത്തുകൊണ്ടിരുന്നവരൊക്കെ ബിസിനസ് നല്ലോണം അവർക്ക് കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ 20, 25, 30 അതിന് മേളിലോട്ടൊക്കെ ബൾക്കായിട്ടും ഒക്കെ എടുക്കുന്നവരുണ്ട്. റീറ്റെയിൽ നേരത്തെ എടുത്തുകൊണ്ടിരുന്നവരെല്ലാം ഹോൾസെയിലിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാർ ഒരുപാട് നമ്മൾ കണ്ടിന്യൂസ് എടുക്കുന്നുണ്ട്.
അപ്പം എല്ലാവരുടെയും ബിസിനസ്സൊക്കെ അടിപൊളിയായിട്ട് പോട്ടെ. പിന്നെ ഡിസൈൻസ് നിങ്ങൾ നോക്കി നോക്കി പോകട്ടെ. എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ്. വീഡിയോയിൽ കാണുന്ന അതേ എക്സാക്റ്റ് കളറാണ് കേട്ടോ വരുന്നത്. നല്ല കളറാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എന്താണോ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അത് അതുപോലെ എഡിറ്റ് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഈ വീഡിയോയിൽ വേറെ കളറ് എക്സ്ട്രാ മാറ്റുകയോ എഡിറ്റ് ചെയ്ത് വേറെ എഫക്റ്റ് ഇടുകയോ അങ്ങനെയൊന്നുമില്ല. എന്താണോ വീഡിയോയിൽ കിട്ടുന്നത്, വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അത് അതുപോലെ തന്നെയാണ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഫോട്ടോ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ അതങ്ങനെ തന്നെ കളറാണ് വരുന്നത്. ഇതൊക്കെ മിക്സ് ആൻഡ് മാച്ച് ആണ്. മിക്സ് ആൻഡ് മാച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. പിന്നെ അതുപോലെ തന്നെ അജ്രക്കിൻ്റെ കളക്ഷൻസ് ഇപ്പം ഞങ്ങൾ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഒന്നും വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അജ്രക്കിൻ്റെ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്തവർക്കെല്ലാം ആവശ്യത്തിന് ഡിസൈൻസ് സെലക്ട് ചെയ്യാൻ പറ്റി. പിന്നെ കുറേ കളക്ഷൻസ് തീർന്നു. ഇനി ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് നമ്മളെ കാറ്റലോഗിൽ കിടപ്പുണ്ട്. ശരിക്കും 2 വീഡിയോയ്ക്കുള്ള ഒരു ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ അത് കഴിഞ്ഞ വീഡിയോ ആയിട്ട് ഇടാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 2-3 മണിക്കൂറിനുള്ളിൽ അത്ര കളക്ഷൻസ് സ്റ്റോക്ക് ചെയ്തിട്ടും തികഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കാറ്റലോഗിൽ ഇട്ടപ്പോൾ തന്നെ ഓർഡേഴ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാറ്റലോഗിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അജ്രക്കിൻ്റെ വേണ്ടവർ ഇപ്പോൾ കാറ്റലോഗിലുള്ളത് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ നോക്കിയാൽ മതി, എല്ലാം കളക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. പിന്നെ ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡറേ കൺഫേം ആവുള്ളൂ. നമ്മൾ ഒരു ദിവസത്തിൽ കൂടുതൽ വെയിറ്റ് ചെയ്യുമോ 2 ദിവസത്തേക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ ഇപ്പം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പോൾ അവിടുന്ന് റിപ്ലൈയും പേയ്മെൻറ്റും ഒക്കെ പെട്ടെന്ന് ചെയ്യുന്ന ഓർഡേഴ്സ് കൺഫേം ചെയ്ത് വിടുമായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്, അല്ലാണ്ടൊന്നുമല്ല. നമ്മൾ കുറേ ആൾക്കാർ റിപ്ലൈ ഇല്ലാതെയും പേയ്മെൻറ്റ് ചെയ്യാതെയൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ പിന്നത്തേക്ക് നമ്മൾ വെച്ചാൽ ആരൊക്കെ എടുക്കും ആരൊക്കെ ക്യാൻസൽ ചെയ്യും നമുക്കൊന്നും അറിയാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ ബില്ല് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ റിപ്ലൈയും പേയ്മെൻറ്റും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. പിന്നെ ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ബാങ്കിൽ പോയിട്ട് ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത്. പിന്നെ കൊറിയർ കിട്ടുന്ന സമയം കൊറിയർ 3 വർക്കിംഗ് ഡേയ്സാണ് കൊറിയർ ഓഫീസുകാർ പറയുന്നത്. അതായത് ഞങ്ങളായിട്ട് പറയുന്നൊരു സമയമോ നമ്മൾ മെറ്റീരിയൽ അയക്കാൻ ഡിലേ വരുമോ ഒന്നുമില്ല. അതായത് നിങ്ങൾ എന്നാണോ പേയ്മെൻറ്റ് ചെയ്യുന്ന അന്ന് കൊറിയർ അയക്കാൻ വേണ്ടി പറ്റത്തില്ല. അതിൻ്റെ പിറ്റേ ദിവസമാണ്. നമുക്ക് ഒരുപാട് പേരുടെ ഓർഡേഴ്സാണ് വരുന്നത്. അത് ഫുള്ള് നമുക്ക് പാക്കിങ് ചെയ്യണം, അഡ്രസ്സ് എഴുതണം, GST ബില്ല് എഴുതിയതിന് ശേഷമാണ് നമ്മൾ കൊറിയർ അയക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഓർഡർ എടുക്കുന്ന അന്ന് തന്നെ ആ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പാക്കിങ്ങും കൂടെ ചെയ്ത് കൊറിയർ അയക്കാൻ പോകില്ല, അതൊന്നും നടക്കില്ല. തലേ ദിവസത്തെ ഓർഡേഴ്സാണ് പിറ്റേ ദിവസം രാവിലെ നമ്മളിതെല്ലാം റെഡിയാക്കി രാത്രിയിലൊക്കെ ഫുൾ ഇരുന്നിട്ടാണ് പിറ്റേ ദിവസം രാവിലെ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് അയച്ചിട്ട് ഇവിടെ തിരിച്ചു വരുമ്പോൾ തന്നെ ഉച്ച കഴിയാറുണ്ട് അയക്കാൻ പോകുന്ന ആൾ. അപ്പോൾ നമുക്ക് ഇപ്പം ഒരാൾ ഓർഡർ എടുത്തെടുത്ത് പോകുന്നു, കൊറിയർ അയക്കാൻ വേണ്ടി പോകുന്നത് ആലപ്പി പാഴ്സൽ, ഇതൊക്കെ എല്ലാം ഓരോ ആൾക്കാരുടെ ഡൗട്ട്സാണ്, അതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴാണോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ പിറ്റേ ദിവസമാണ് കൊറിയർ ഇവിടുന്ന് അയക്കുന്നത്. 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഡെലിവറി ആകുമെന്നാണ് കൊറിയർ ഓഫീസുകാർ നമ്മളോട് പറയുന്നത്. പോസ്റ്റലാണെങ്കിൽ 5 വർക്കിംഗ് ഡേയ്സ് ആണ്. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു അയക്കുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ എല്ലാ ജില്ലകളിലും കിട്ടേണ്ടതല്ലേ എന്നുള്ളത്. അപ്പോൾ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, പക്ഷേ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അയക്കുന്നതിൻ്റെ പിറ്റേ ദിവസം കിട്ടുമെന്ന് കൊറിയർ ഓഫീസുകാർ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഉറപ്പായിട്ടും പറയാൻ വേണ്ടി പറ്റത്തില്ല. അതായത് ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട് ഈ പറഞ്ഞ മാതിരി മഴ നല്ലോണം കൂടുതലുള്ള സമയങ്ങളിൽ ഇത് ട്രാവൽ ചെയ്ത് നിങ്ങളുടെ സ്ഥലങ്ങളിൽ എത്താനൊക്കെ എന്തായാലും 3 വർക്കിംഗ് ഡേയ്സ് എടുക്കലുണ്ട്. പക്ഷേ തൊട്ടടുത്തടുത്തുള്ള ജില്ലകളിൽ അയക്കുന്നതിൻ്റെ പിറ്റേ ദിവസം കിട്ടുന്നതുമുണ്ട്. പക്ഷേ ഞങ്ങൾ ആരോടും അയക്കുന്നതിൻ്റെ പിറ്റേ ദിവസം കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പിറ്റേ ദിവസം കിട്ടിയില്ലെങ്കിൽ ഓരോരുത്തരും ചോദിക്കും നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞതെന്ന്. അപ്പോൾ കൊറിയർ ഓഫീസുകാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പോസ്റ്റ് ഓഫീസുകാരും പറഞ്ഞിട്ടുണ്ട് ഇത്ര വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഡെലിവറി ആകും എന്നാണ് പറയുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ഡീറ്റെയിൽസ് കൊറിയർ കിട്ടേണ്ട ആ ഒരു സമയം വരുന്നത്. അതിനുള്ളിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഡെലിവറി ആവും. ആ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഡെലിവറി ആയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഞങ്ങളടുത്ത് പറയുക. അപ്പോൾ നിങ്ങളെ വിളിച്ചാൽ കിട്ടാതിരിക്കുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴേ ആ ഒരു വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടാതിരിക്കുള്ളൂ. അപ്പോൾ ഇത് മെയിനായിട്ടും പറയാനുള്ളൊരു കാര്യമായിരുന്നു, അതുകൊണ്ട് തന്നെ പറയുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ്. ഡിസൈൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അത് നോക്കി പോവുക. ഇഷ്ടമുള്ള ഡിസൈൻസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്ത് തരിക.
പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പം ചോദിച്ചാൽ മതി. കാറ്റലോഗ് മിസ് ചെയ്യാതിരിക്കുക, അതിനകത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ എല്ലാത്തുനിന്നും കൂടെ സെലക്ട് ചെയ്തിട്ട് അയച്ചെന്നാലും മതി. പിന്നെ വേറെ എന്താ പറയാനുള്ളത്, 2 ചാനലുണ്ട് കേട്ടോ. അത് കണ്ടിട്ടില്ലാത്തവർ ആ രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. രണ്ടിലും കൂടെ മാറി മാറി ആ വീഡിയോ ഇടുന്നത്. ഫസ്റ്റത്തെ ചാനൽ, ഇതിപ്പോൾ ഈ ഏത് ചാനലാണോ വീഡിയോ ഇടുന്നത് ആ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ഇൻസ്റ്റഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒക്കെ ടൈം കിട്ടുന്നവർ ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത്. ഇന്നത്തെ വീഡിയോ കുറച്ചധികം ലെങ്ത് ഉണ്ട്, അതുകൊണ്ട് ഏകദേശം ഡീറ്റെയിൽസ് അതിനകത്ത് പറയാൻ പറ്റി എന്നാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഇനിയും വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ കളക്ഷൻസ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്